ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ ഇനി 5 നാൾ. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും തിരുവല്ലയിലും പൊതുപരിപാടികൾ. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട്ടും പ്രചാരണത്തിൽ. സംസ്ഥാനത്ത് ഹോം വോട്ടിംഗിൽ ഇതുവരെ 2 ലക്ഷത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗ്രീൻ സാൻവി LPG ടാങ്കർ ഹോർമുസ് കടലിടുക്ക് കടന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി മുംബൈയെയും ഗുജറാത്ത് രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മുതിർന്ന ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവല്ലയിലെ NDA പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത് 2ാം തവണയാണ് ശ്രീ മോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവല്ലയിലെ പരിപാടികൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന അദ്ദേഹം കിളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നിർമ്മല സീതാരാമൻ ഇന്ന് എറണാകുളത്തും തൃശൂരിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംബന്ധിക്കും. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ നാളെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലെ റോഡ് ഷോയിൽ സംബന്ധിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചി, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ UDF പ്രചാരണ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇന്ന് കോഴിക്കോട് നടക്കുന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് കോട്ടയം ജില്ലയിലെ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന LDF നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിലും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോടും LDF പ്രചാരണത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജ്, കോണ്ടൂർ ബാക്ക് വാട്ടേഴ്സ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എന്നിവയുടെ വ്യോമപരിധിയിലും കോട്ടയം ജില്ലയിലെ ഹെലിപാഡുകളിലും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പറത്തുന്നത് നിരോധിച്ചു. തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കും അനുവദിച്ച ഹോം വോട്ടിംഗിൽ സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്നലെ വരെ 1,99,819 പേരാണ് ഹോം വോട്ടിംഗിലൂടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നുവരുന്നത്. ധർമ്മടം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ രാവിലെ മുതൽ മണ്ഡലത്തിൽ പ്രചരണ പരിപാടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ പ്രചാരണം ഊർജിതമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ്. രാവിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ 2 അദ്ദേഹം സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വൈകിട്ട് പെരിങ്ങോം, അലവിൽ, ഏച്ചൂർ എന്നിവിടങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉച്ചയ്ക്ക് ശേഷം UDF പൊതുയോഗങ്ങളിലും കുടുംബ സംഗമങ്ങളിലും പങ്കെടുക്കും. BJP ദേശീയ സമിതി അംഗം അണ്ണാമലൈ ഇന്നലെ കണ്ണൂരും അഴീക്കോടും NDAയുടെ റോഡ് ഷോ നടത്തിയിരുന്നു. പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്തത് ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ച പത്തനംതിട്ട അടൂർ സ്വദേശി രാജീവിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. ഏപ്രിൽ 2 രാത്രിയിലാണ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന EVM കമ്മീഷനിംഗ് പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി EVM കമ്മീഷനിംഗ് നടന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പട്ടം കേന്ദ്രീയ വിദ്യാലയവും നേമം മണ്ഡലത്തിലെ കോട്ടൺ ഹിൽ സ്കൂളും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി സന്ദർശിച്ചു. പോളിംഗ് ഇതര ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിലും കളക്ടർ സന്ദർശനം നടത്തി. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ 3ാം ഘട്ട പരിശോധന ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ 2ാം ഘട്ട പരിശോധന ഇന്ന് നടക്കും. 3ാം ഘട്ട പരിശോധന ഈ മാസം 7-നാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചപരിമിതി മൂലമോ ശാരീരിക അവശതകൾ മൂലമോ ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയോ ബാലറ്റ് യൂണിറ്റിൽ സ്വയം വിരലമർത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തതോ ആയ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സഹായിയുടെ സേവനം തേടാമെന്ന് കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിയുടെ സേവനം അനുവദിക്കുകയുള്ളൂ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സഹായി വോട്ടർക്കൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ചാണ് വോട്ടിംഗ് നടപടി പൂർത്തീകരിക്കുന്നത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJPയും 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസും പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 4660 അനുബന്ധ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി സജ്ജമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. 1200-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഈ ക്രമീകരണം. ഇതോടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 85,379 ഉയർന്നു. കൂടാതെ വോട്ടർമാരുടെ സൌകര്യത്തിനായി 321 ബൂത്തുകൾ മാറ്റിസ്ഥാപിക്കാനും തീരുമാനമായി. ഈ മാസം 23, 29 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന S. ചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ദീർഘകാലം തിരുവനന്തപുരം നിലയത്തിൽ ജോലി ചെയ്ത ഇദ്ദേഹം ആകാശവാണിയുടെ കണ്ണൂർ, നാഗർകോവിൽ നിലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 4 തവണ ആകാശവാണി ആനുവൽ അവാർഡ് നേടിയ S. ചന്ദ്രൻ നിരവധി ജനപ്രിയ പരിപാടികളുടെ ചുമതല വഹിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഗ്രീൻ സാൻവി എന്ന LPG ടാങ്കർ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന ഇന്ത്യയിലേക്കുള്ള 7ാമത്തെ കപ്പലാണിത്. 400-ലധികം ഇന്ത്യൻ നാവികരുമായി 17 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും പടിഞ്ഞാറൻ പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. കപ്പൽ ഉടമകളുമായും ഇന്ത്യൻ മിഷനുകളുമായും സഹകരിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സ്ഥിതിഗതികൾ സജീവമായി നിരീക്ഷിച്ചു വരികയാണ്. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത് നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന് ഉറപ്പു നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള സമാധാന നീക്കങ്ങൾക്ക് ഇത് തടസ്സമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അമേരിക്ക മുന്നോട്ടുവച്ച 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ ഇറാൻ തള്ളി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ 3ാം കക്ഷി മുഖേനയാണ് അമേരിക്ക നിർദ്ദേശം സമർപ്പിച്ചത്. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിലെ നയതന്ത്ര ചർച്ചകൾ തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി എണ്ണ കമ്പനികൾ. ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും തങ്ങളുടെ വിതരണ ശൃംഖലയിലൂടെ LPG റീഫിലുകൾ സുഗമമായും കൃത്യസമയത്തും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും വേണ്ടി ഓയിൽ ഇൻഡസ്ട്രി കേരള സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള ചില്ലറ വിൽപ്പനശാലകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ സ്റ്റോക്കുകൾ ലഭ്യമാണെന്ന് കമ്പനികൾ ഉറപ്പു നൽകി. ഈസ്റ്റർ വിപണി കുട്ടനാട്ടിലെ താറാവ് കർഷകർക്ക് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പക്ഷിപ്പനിയെ തുടർന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കുട്ടനാടൻ താറാവ് വിപണി ഉണർന്നത്. ഒരു കുട്ടനാടൻ താറാവിന് 420 രൂപ വരെ നൽകണം. 270 മുതൽ 280 രൂപ വരെ താറാവ് വളർത്തുന്ന കർഷകർക്ക് കിട്ടുന്നു. കൊയ്ത്ത് കഴിഞ്ഞ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ വളരുന്ന ചാര, ചെമ്പല്ലി എന്നീ കുട്ടനാടൻ താറാവുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ ഇനി 5 നാൾ. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും തിരുവല്ലയിലും പൊതുപരിപാടികൾ.
കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട്ടും പ്രചാരണത്തിൽ. സംസ്ഥാനത്ത് ഹോം വോട്ടിംഗിൽ ഇതുവരെ 2 ലക്ഷത്തോളം പേര് വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗ്രീൻ സാൻവി LPG ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് കടന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി മുംബൈയെയും ഗുജറാത്ത് രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.